ഹൈ ഓൾ, ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ യൂണിറ്റ് 17 ഒരു ചെറിയൊരു ചാപ്റ്ററാണ്. യൂണിറ്റ് 17 അതുപോലെ 31 ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. യൂണിറ്റ് 17 ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. യൂണിറ്റ് 31 സോപ്പ് ആൻഡ് ഡിറ്റർജന്റ് ആൻഡ് പോളിമേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. രണ്ടും ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്കത് നോക്കാം. ഫയൽ ഒന്ന് ഷെയർ ചെയ്യാതെ. ഒരു മിനിറ്റ്. ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആദ്യം ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് നടക്കാം. പി ബ്ലോക്ക് എലമെന്റ്സ് പഠിച്ചു അല്ലെ? പി ബ്ലോക്ക് എലമെന്റ്സ് ഏതൊക്കെയായിരുന്നു? പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 13 to 18 വരുന്നതായിരുന്നു പി ബ്ലോക്ക് എലമെന്റ്സ്. ഗ്രൂപ്പ് നമ്പർ 13 മുതൽ ഗ്രൂപ്പ് നമ്പർ 18 വരെയായിരുന്നു പി ബ്ലോക്ക് എലമെന്റ്സ്. അതുപോലെ പീരിയോഡിക് ടേബിളില് ഗ്രൂപ്പ് നമ്പർ 1, അതുപോലെ ഗ്രൂപ്പ് നമ്പർ 2, ഇതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. അപ്പൊ ഗ്രൂപ്പ് 1-ൽ പെടുന്നവരും ഗ്രൂപ്പ് 2-ൽ പെടുന്നവരുമാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. നമുക്കറിയാം ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അങ്ങനെ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എലമെന്റ്സും ഇതിൽ വരുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സിൽ പെടുന്നതാണ്. ഇനി നമുക്ക് ഈ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ മെയിൻ ക്യാരക്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലില് 1 ഇലക്ട്രോൺ ആണ്. ഔട്ടർമോസ്റ്റ് ഷെൽ എന്ന് വെച്ചാൽ ലാസ്റ്റ് ഷെല്ലില് ഒരേ ഒരു ഇലക്ട്രോൺ ഉള്ളൂ. അത് എസ് ബ്ലോക്കിൽ എൻ്റർ ചെയ്തത് കൊണ്ടാണ്, അതായത് എസ് സബ് ഷെല്ലിൽ എൻ്റർ ചെയ്തത് കൊണ്ടാണ് അതിനെ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം ഒരു ഹൈഡ്രജനെ കുറിച്ച് പഠിക്കാം. ഹൈഡ്രജന്റെ ചില ക്യാരക്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ ശേഷം എസ് ബ്ലോക്ക് എലമെന്റ്സിലേക്ക് കടക്കാം. ഓക്കെ, ദെൻ ഹൈഡ്രജൻ ആൻഡ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഹൈഡ്രജൻ, നമുക്കറിയാം ഹൈഡ്രജനെ കുറിച്ച്. ഹൈഡ്രജൻ ഒരു ഗ്യാസ് ആണെന്നറിയാം. ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്നാണ് പറയുന്നത്. കളർലെസ് ആണ്. ഒരു ഫിസിക്കൽ സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ അത് കളർലെസ് ആണ്. അതുപോലെ ഓർഡർലെസ് ആണ്, സ്മെല്ലൊന്നും ഇല്ല. അത് കൂടാതെ ഹൈഡ്രജന്റെ കോമ്പൗണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയുന്നത് വാട്ടർ. ഹൈഡ്രജൻ ഓക്സിജൻ കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവുന്നത് നമുക്കറിയാം. അതൊരു മെയിൻ കോമ്പൗണ്ട് ആണ്. ഇത് കൂടാതെ നമുക്കറിയാം അമോണിയ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്താണ് ഈ അമോണിയ ഉണ്ടാകുന്നത്. അപ്പോൾ അമോണിയയിലെ ഒരു മെയിൻ കമ്പോണന്റ് ആണ് ഹൈഡ്രജൻ എന്ന് പറയാം. അതുപോലെ നമുക്ക് ഹൈഡ്രജന്റെ ഐസോടോപ്സ് കേട്ടിട്ടുണ്ടാവുന്ന വരുന്നു. ഐസോടോപ്സ്, ഐസോബാർസ്, ഐസോടോൺസ് ഒക്കെ. അപ്പൊ ഐസോടോപ്സ് എന്ന് പറഞ്ഞ് ഹൈഡ്രജന് 3 എണ്ണം ഉണ്ട്. ഒന്ന് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതൊക്കെ ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ്. അപ്പൊ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ആറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും കാണിക്കുന്ന സബ്സ്റ്റൻസിനെയാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹൈഡ്രജൻ ഗേഷ്യസ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. കളർലെസ് ഗ്യാസ്, കളർ ഇല്ല. മെയിൻ കമ്പോണന്റ് ഓഫ് മെയിൻ കമ്പോണന്റ് ഓഫ് വാട്ടറിലെ ഒരു മെയിൻ കമ്പോണന്റ് ആണ്. ദെൻ മെയിൻ കമ്പോണന്റ് ഓഫ് അമോണിയ മീൻസ് നമുക്കറിയാം ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു. അമോണിയയുടെ മെയിൻ കമ്പോണന്റ് is used for production of fertilizers. Then fifth point, isotope of hydrogen are protium. അതിന്റെ സിമ്പിൾ നോക്കുക, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. H11 ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കൊടുത്തിരിക്കുന്നത്. ആ സിമ്പിളിന് താഴെ ആറ്റോമിക് നമ്പറും മുകളിൽ മാസ് നമ്പറും കൊടുത്തിരിക്കുന്നു.
പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ദെൻ അറ്റോമിക് നമ്പർ ഒക്കെ മൂന്നെണ്ണത്തിന്റെ നോക്കിയാൽ കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ സെയിം ആ വരുന്നത്, മാസ് നമ്പർ ഡിഫറെന്റ് കാണിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയാണ് പറയുന്നത് ഐസോട്ടോപ്സ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്സ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. അതിന്റെ സിമ്പിൾസും പഠിച്ചു വെക്കണം. ഇനി റിയാക്ഷൻസ് പറയുവാണെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുമെന്ന് അറിയാം. ഹൈഡ്രജൻ കാർബണുമായിട്ട് കമ്പൈൻ ചെയ്താൽ മീഥെയ്ൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ടാകുന്നു. വെജിറ്റബിൾ ഓയിലുമായിട്ട് റിയാക്ട് ചെയ്താൽ വെജിറ്റബിൾ ഗീസ് ഉണ്ടാകുന്നു. അത് നോക്കാം. 2 റിയാക്ഷനെ പഠിക്കാനുള്ളൂ. വെൻ ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് കാർബൺ ടു ഫോം മീഥെയ്ൻ. കാർബണുമായിട്ട് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്താൽ മീഥെയ്ൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഇവിടെ 2H2 അടുത്തിരിക്കുന്ന 2 ഹൈഡ്രജൻ മോളിക്യൂൾ കാർബണുമായിട്ട് റിയാക്ട് ചെയ്തു, CH4. മീഥേന്റെ കെമിക്കൽ ഫോർമുലയാണ് CH4. മീഥേൻ ഉണ്ടായി. അതുപോലെ വെജിറ്റബിൾ ഓയിൽ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ടു ഫോം വെജിറ്റബിൾ ഗീ. വെജിറ്റബിൾ ഓയിൽ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്താൽ വെജിറ്റബിൾ ഗീ ഉണ്ടാകും. ഇവിടെ നിക്കൽ കാറ്റലിസ്റ്റ് ആയിട്ട് പ്രസൻസ് ഓഫ് നിക്കൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സിറ്റുവേഷൻസ്, ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിൽ അറിയാവുന്ന ഒരു കാര്യമാണ് ഐസ് ക്യൂബ് ഫ്ലോട്ട് ഓൺ വാട്ടർ. ഐസ് ക്യൂബ് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. പൊങ്ങിക്കിടക്കാൻ കാരണം എന്താണ് നോക്കാം. Ice is less dense compared to water. It has a open space in the hydrogen bonding structure. അതായത് ഐസ് വാട്ടറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡെൻസിറ്റി കുറവാണ്. ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ് ഐസ് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്. വേറൊരു സിറ്റുവേഷൻ പറയുകയാണ്, ഇറ്റ് ഹാസ് ഓപ്പൺ സ്പേസ് ടു ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രക്ചർ. ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രക്ചറിൽ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഒരെണ്ണോടെ നോക്കാനുണ്ട്. ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പ് ഹെവി വാട്ടർ. വെരി ഇമ്പോർട്ടന്റ് ആണ് ഹെവി വാട്ടർ. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഹെവി വാട്ടർ എന്ന് ചോദിക്കും. ഹെവി വാട്ടർ ഈസ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ്. ചിലപ്പോൾ അതിന്റെ സിമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്. ഡ്യൂട്ടീരിയം ഓക്സൈഡ് D2O. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് മോഡറേറ്റർ ഇൻ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ മോഡറേറ്റർ ആയിട്ടാണ് ഡ്യൂട്ടീരിയം ഓക്സൈഡ് ഉപയോഗിക്കുന്നത്. അപ്പം ചിലപ്പോൾ ചോദിക്കുന്നത് വാട്ട് ഈസ് ഹെവി വാട്ടർ എന്നായിരിക്കും ചോദിക്കുന്നത്. ചിലപ്പോൾ വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഹെവി വാട്ടർ. ചിലപ്പോൾ അതിന്റെ സിമ്പിൾ ആയിരിക്കും ചോദിക്കുന്നത്. D2O എന്താണ് ചോദിക്കും. ചിലപ്പോൾ ഡ്യൂട്ടീരിയത്തിന്റെ അറ്റോമിക് സിമ്പിൾ, അതായത് ആറ്റോമിക് നമ്പറും മാസ് നമ്പറും വെച്ചുള്ള സിമ്പിൾ അതായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്. എന്തായാലും ഹെവി വാട്ടർ വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സ് വെച്ച് കടക്കാം. എസ് ബ്ലോക്ക് എലമെന്റ്സ് നമ്മൾ പറഞ്ഞു. എസ് ബ്ലോക്ക് എലമെന്റ്സ് പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് 1 and 2 എലമെന്റ്സിനെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ ഗ്രൂപ്പ് 1 എലമെന്റ്സിനെ നമ്മൾ പറയും ആൽക്കലി മെറ്റൽസ് എന്നൊരു പേര് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് 1 എലമെന്റ്സിന്. ദെൻ ഗ്രൂപ്പ് 2 എലമെന്റ്സ് അതിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആൽക്കലി മെറ്റലും ആൽക്കലൈൻ എർത്ത് മെറ്റലും എസ് ബ്ലോക്കിൽ പെടുന്നതാണ്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പേര് വരാൻ കാരണം ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലില്, അതായത് ലാസ്റ്റ് ഷെല്ലില് ഒരു ഇലക്ട്രോൺ മാത്രം അവശേഷിക്കുന്നു. അത് എസ് ബ്ലോക്കിലാണ്, എസ് സബ് ഷെല്ലിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഈ എലമെന്റ്സിനെ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നു. അപ്പൊ ഗ്രൂപ്പ് 1 and 2 കോമൺ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ഒക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എസ് സബ് ഷെല്ലിൽ അവസാനിക്കുന്നത് കാണാം. നെക്സ്റ്റ് നോക്കാം, അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പൊതുവായ സ്വഭാവങ്ങൾ എന്തൊക്കെ? ഇൻ പീരിയോഡിക് ടേബിൾ ഗ്രൂപ്പ് 1 and 2 എലമെന്റ്സ് ആർ കോൾഡ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എലമെന്റ്സിനെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആർ കോൾഡ് ആൽക്കലി മെറ്റൽ. ഗ്രൂപ്പ് 1 എലമെന്റ്സിന്റെ കോമൺ നെയിം ആണ് ആൽക്കലി മെറ്റൽ. എക്സാമ്പിൾ സോഡിയം മാത്രമല്ല ഹൈഡ്രജൻ, ലിഥിയം ഇതൊക്കെ വരും. Then group 2 elements are called alkaline earth metals. Example
magnesium. Then fourth point, S block elements are electropositive nature. അപ്പോൾ electropositive nature എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ കൊടുക്കാൻ താല്പര്യമുള്ളവരാണ്. ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാവണമെങ്കിൽ ഇലക്ട്രോണിനെ കൊടുക്കുകയോ വാങ്ങിക്കുകയോ ഷെയർ ചെയ്തോ ആണ് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്നത്. ഇവിടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് ഇലക്ട്രോണിനെ പൊതുവെ കൊടുക്കുന്നവരാണ്. അപ്പോൾ കൊടുക്കുന്നവർക്കാണ് ഇലക്ട്രോപോസിറ്റീവ് ക്യാരക്ടർ വരുന്നത്. അപ്പോൾ ഇലക്ട്രോപോസിറ്റീവ് നേച്ചർ ഉള്ളവരാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഫിഫ്ത് പോയിന്റ്, ലോ അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി കുറവാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു അയണൈസേഷൻ എനർജി. വാട്ട് ഈസ് അയണൈസേഷൻ എനർജി എന്ന് പഠിച്ചായിരുന്നു. കഴിഞ്ഞ ക്ലാസ് ആണോ അതിന് മുമ്പത്തെ ക്ലാസ് ആണോ എന്ന് അറിയില്ല. അയണൈസേഷൻ എനർജി, ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു അട്രാക്ട് ബോണ്ടഡ് ഇലക്ട്രോൺ. ബോണ്ടഡ് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള മിനിമം എമൗണ്ട് ഓഫ് എനർജിക്കാണ് പറയുന്നത് അയണൈസേഷൻ എനർജി. ഗ്രൂപ്പിലും പീരീഡിലും നമ്മൾ പഠിച്ചായിരുന്നു അയണൈസേഷൻ എനർജി. ഗ്രൂപ്പിൽ ഇങ്ങനെയാണ്, പീരീഡിൽ ഇങ്ങനെയാണ്. അപ്പൊ പീരീഡിൽ അയണൈസേഷൻ എനർജി ലെഫ്റ്റ് ടു റൈറ്റ് പോകും തോറും കൂടുന്നു. ഗ്രൂപ്പിലാണെങ്കിൽ ടോപ്പ് ടു ബോട്ടം അയണൈസേഷൻ എനർജി കുറയുന്നു. ഓക്കെ, ഇത് ലാസ്റ്റ് പോയിന്റിലേക്ക് കടക്കാം. They are lighter than other block elements. മറ്റു എലമെന്റ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് ഈ എലമെന്റ്സ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ലൈറ്റർ ആണ്. ഇത്രയാണ് ജനറൽ ആയിട്ടുള്ള എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് നോക്കാം. ഈ ഗ്രൂപ്പ് 1 and 2 എലമെന്റ്സിന്റെ ഓൾസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. ഓർസ് ഓഫ് സോഡിയം. ഓർസ് എന്ന് പറയുമ്പോൾ എന്താന്ന് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല. ഓർ എന്ന് വെച്ചാൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ എടുക്കുന്ന മിനറലിനെയാണ് പറയുന്നത് ഓർ എന്ന്. അപ്പൊ സോഡിയത്തിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മിനറൽ, അതിനെ ഓർ എന്ന് പറയും. അപ്പൊ ഏതിൽ നിന്നാണ് സോഡിയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്? കോമൺ ആയിട്ട് സോഡിയം നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നു, ആ മിനറലിനെയാണ് പറയുന്നത് ഓർ. നമുക്ക് നോക്കാം ഓർസ് ഓഫ് സോഡിയം. ഇവിടെ കോമൺ ആയിട്ട് പറയുന്നത് സോഡിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡിൽ, ദെൻ സോഡിയം കാർബണേറ്റ്, സോഡിയം നൈട്രേറ്റ്, ഇതിൽ നിന്നൊക്കെയാണ് സോഡിയം ഉണ്ടാക്കി എടുക്കുന്നത്, വേർതിരിച്ച് എടുക്കുന്നത്. അപ്പോൾ ഓസ് ഓഫ് സോഡിയം എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡ്, സോഡിയം കാർബണേറ്റ് ആൻഡ് സോഡിയം നൈട്രേറ്റ്. അടുത്തത് കോമൺ ഓസ് ഓഫ് പൊട്ടാസ്യം ആൻഡ് മഗ്നീഷ്യം. പൊട്ടാസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും കോമൺ ആയിട്ട് വരുന്ന ഓർ ഏതൊക്കെ? കാർലൈറ്റ്, ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 2 എലമെന്റിന്റെ ഓറാണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ ഓർ ഓഫ് പൊട്ടാസ്യം ആൻഡ് മഗ്നീഷ്യം. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് ഹൈഡ്രജൻ റിസംബിൾസ് ആൽക്കലി മെറ്റൽ. ആൽക്കലി മെറ്റലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അതായത് ഗ്രൂപ്പ് 1 എലമെന്റ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഹൈഡ്രജനുള്ള പ്രോപ്പർട്ടീസ് എന്താണ്? ഹൈഡ്രജന്റെ അവരുടെയും പ്രോപ്പർട്ടീസ് ഏതെങ്കിലും സിമിലാരിറ്റീസ് ഉണ്ടോ? അത് ഉണ്ടെങ്കിൽ ഏതൊക്കെ നോക്കാം. ബോത്ത് ഫോം യൂണിക് പോസിറ്റീവ് അയോൺ. രണ്ടുപേരും ഒരു പോസിറ്റീവ് അയോൺസ് ഫോം ചെയ്യുന്നവരാണ്. ദെൻ ഓൺലി 1 ഇലക്ട്രോൺ ഇൻ ഔട്ടർമോസ്റ്റ് ഷെൽ. രണ്ടുപേരും ഔട്ടർമോസ്റ്റ് ഷെല്ലില് 1 ഇലക്ട്രോൺ കാണിക്കുന്നു. അവരുടെ ലാസ്റ്റ് ഷെല്ലിൽ ഒരേ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. ഇത്രയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനും ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ കുറിച്ചാണ്. അതിന്റെ പ്രിപ്പറേഷൻ, റിയാക്ഷൻ, സ്ട്രക്ചർ, ഇത്രയാണ് നോക്കേണ്ടത്. ഇതിന്റെ ഓക്സിഡൈസിങ് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിഡേഷനും റിഡക്ഷനും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് പ്രിപ്പറേഷൻ നോക്കാം. പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിന് ബേരിയം ഓക്സൈഡും സൾഫ്യൂരിക് ആസിഡുമാണ് ഉപയോഗിക്കുന്നത്. BaO2 ബേരിയം ഓക്സൈഡ്, BaO2 8H2O plus H2SO4 give BaSO4, ബേരിയം സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നു. H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്നു. 3H2O വാട്ടർ ഉണ്ടാകുന്നുണ്ട്.
അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കും റിയാക്ടൻസ് ഏതൊക്കെ, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകാൻ ആവശ്യമായ റിയാക്ടൻറ്റ് എന്ന് വെച്ചാൽ റിയാക്ഷനിൽ ഉപയോഗിച്ചവർ ആരൊക്കെയാണ്? ബേരിയം ഓക്സൈഡും സൾഫ്യൂരിക് ആസിഡും. ചിലപ്പോൾ ചോദിക്കും ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ഒപ്പം ഉണ്ടായത് ആരൊക്കെ? അപ്പോൾ ബേരിയം സൾഫേറ്റും വാട്ടറുമാണ്. Then reactions, oxidizing reactions in acid solution. നോക്കാം, ഇത് ഓക്സിഡേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. PbS ലെഡ് സൾഫൈഡ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഓക്സിഡേഷൻ നടക്കുമ്പോൾ PbS ഓഫ് ലെഡ് സൾഫേറ്റ് ഉണ്ടാകുന്നു പ്ലസ് വാട്ടർ ഉണ്ടാകുന്നു. അതുപോലെ 2FeSO4 ഫെറസ് സൾഫേറ്റ് ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ H2SO4 പ്ലസ് ഇവിടെ സൾഫ്യൂരിക് ആസിഡും ഉപയോഗിക്കുന്നുണ്ട്. Then Fe2SO4 ത്രൈസ് ഫെറിക് സൾഫേറ്റ് ഉണ്ടാകുന്നു പ്ലസ് വാട്ടർ ഉണ്ടാകുന്നു. ഓക്സിഡൈസിങ് റിയാക്ഷന്റെ ഇക്വേഷൻസ് ആണ്. ഒന്ന് ലെഡ് സൾഫേറ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഒന്ന് ഫെറസ് സൾഫേറ്റും ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓക്സിഡൈസിങ് റിയാക്ഷൻ ഓഫ് ആൽക്കലൈൻ സൊല്യൂഷൻ. ആൽക്കലൈൻ സൊല്യൂഷന്റെ ഓക്സിഡൈസിങ് റിയാക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. MnCl2 മാംഗനീസ് ക്ലോറൈഡ് MnCl2 പ്ലസ് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2KOH ഉപയോഗിക്കുന്നുണ്ട് ആൽക്കലി. പ്രോഡക്റ്റ് ആയിട്ട് 2KCl പൊട്ടാസ്യം ക്ലോറൈഡ് പ്ലസ് വാട്ടർ പ്ലസ് മാംഗനീസ് ഓക്സൈഡ്. അടുത്തത് റിഡക്ഷൻ റിയാക്ഷൻ ഓഫ് ആസിഡ് സൊല്യൂഷൻ ആണ്. 2KMnO4 പ്ലസ് 3H2SO4 പ്ലസ് 5H2O2 give 2MnSO4 പ്ലസ് K2SO4 പ്ലസ് 8H2O പ്ലസ് 5O2. ഓക്കെ, റിഡക്ഷൻ റിയാക്ഷനിൽ ആസിഡ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. KMnO4 എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതിനെ റിഡക്ഷൻ നടക്കുമ്പോൾ മാംഗനീസ് സൾഫേറ്റ് ഉണ്ടായിരുന്നു, പൊട്ടാസ്യം സൾഫേറ്റ് ഉണ്ടാകുന്നു, വാട്ടർ ഉണ്ടാകുന്നു, ദെൻ ഓക്സിജൻ ഉണ്ടാകുന്നു. ലാസ്റ്റ് ഒരു മിനിറ്റ്, റെഡ്യൂസിങ് റിയാക്ഷൻ ഇൻ ആൽക്കലൈൻ സൊല്യൂഷൻ. ആൽക്കലൈൻ സൊല്യൂഷന്റെ റിഡക്ഷൻ പ്രോസസ്. ഇവിടെയും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. 2KMnO4 പ്ലസ് 3H2O2 give 2MnO2 പ്ലസ് 3O2 പ്ലസ് 2H2O പ്ലസ് 2KOH. മാംഗനീസ് ഓക്സൈഡ്, ഓക്സിജൻ, വാട്ടർ ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതൊക്കെയാണ് പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. Then ക്ലോറിൻ, ഹൈഡ്രജൻ പെറോക്സൈഡുമായിട്ടുള്ള റിയാക്ഷൻ. ക്ലോറിൻ റിയാക്ട് വിത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇൻ പ്രസൻസ് ഓഫ് ആൽക്കലി. KOH ആണ് ഇവിടെ ആൽക്കലി ആയിട്ട് ഉപയോഗിക്കുന്നത്. KOH മീൻസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ആൽക്കലി ആയിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 2KCl പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന സാൾട്ട് ഉണ്ടാവുന്നു പ്ലസ് വാട്ടർ പ്ലസ് ഓക്സിജൻ. ഇത്രയാണ് റെഡ്യൂസിങ് റിയാക്ഷൻ ആൽക്കലൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. Then next uses of hydrogen peroxide. ഹൈഡ്രജൻ പെറോക്സൈഡ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ജെർമിസൈഡസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ബ്ലീച്ചിങ് ഏജന്റിൽ ഉപയോഗിക്കുന്നുണ്ട്, ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു, ലെതറിലും വൂളിലും. എക്സ്പ്ലോസീവ് ആണ്. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ഫോം റബ്ബർ. ദെൻ പിന്നെ പറയുന്നത് പൊല്യൂഷൻ കൺട്രോളിൽ ഉപയോഗിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ഓഫ് ഡ്രൈനേജ് ആൻഡ് സുവേജ്. ഇത്രയാണ് ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ യൂസ് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം.
നെക്സ്റ്റ് സ്ട്രക്ചറാ വരുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ സ്ട്രക്ചർ 2 ഹൈഡ്രജൻ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും ഇലക്ട്രോണിനെ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിനെ ഷെയർ ചെയ്ത് ബോണ്ട് ഫോർമേഷൻ നടക്കുന്ന ഒരു ചെയർ ലൈക്ക് സ്ട്രക്ചറാ വരുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, ഒരു ചെയർ ലൈക്ക് സ്ട്രക്ചറാ വരുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണം. അതുപോലെ 2 ഓക്സിജനും 2 ഹൈഡ്രജനും ചേർന്ന 97 ഡിഗ്രിയിലാണ് അതിന്റെ ബോണ്ട് ആംഗിൾ വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ ഇതിൽ വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത് ഡ്യൂട്ടീരിയം, ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഡ്യൂട്ടീരിയം, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് അമോണിയ, പ്രൊഡക്ഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് അമോണിയ ഉപയോഗിക്കുന്നു. പിന്നെ ഓസ് ഓഫ് കോമൺ ഓർ ഓഫ് പൊട്ടാസ്യം ആൻഡ് മഗ്നീഷ്യം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഓസ് ഓഫ് സോഡിയം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വരുന്നത് റിഡ്യൂസിങ് റിയാക്ഷനും ഓക്സിഡൈസിങ് റിയാക്ഷനും. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ പാകത്തിന് വരുന്നത് അത്രയാണ്. നോക്കുക. ഇനി ഒരു ചെറിയ ലാസ്റ്റ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. അതൊരു ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സോപ്പ്, ഡിറ്റർജന്റ് ആൻഡ് പോളിമേഴ്സ്. സോപ്പ്, ഡിറ്റർജന്റ് ആൻഡ് പോളിമർ 31 ചാപ്റ്റർ 31 ആണ് വരുന്നത്. സോപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട്, ഇങ്ങനെയാണ് സോപ്പ് എന്ന് പറയുന്നത്. സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഉപയോഗിക്കുന്നു? സോഡിയത്തിന്റെ, പൊട്ടാസ്യത്തിന്റെയോ ഹൈഡ്രോക്സൈഡ്, പിന്നെ ഓയിൽ അല്ലെങ്കിൽ ഫാറ്റ്, ഇതൊക്കെയാണ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സോപ്പ് ആൻഡ് ഡിറ്റർജൻസ്. ഓക്കെ, സോപ്പ്. സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്, sodium or potassium hydroxide and oil and fat are used by manufacture of soap. സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി സോഡിയത്തിന്റെയോ പൊട്ടാസ്യത്തിന്റെയോ ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നു, പിന്നെ ഓയിൽ ഉപയോഗിക്കുന്നു, പിന്നെ ഫാറ്റ് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പെട്രോ കെമിക്കൽ എന്ന് പറയുന്ന പോർഷൻ നമുക്ക് പഠിക്കാനുള്ളത്. പെട്രോ കെമിക്കൽ, ദ കെമിക്കൽ ഒബ്റ്റെയിൻഡ് ഫ്രം പെട്രോൾ, അതിനെയാണ് പറയുന്നത് പെട്രോ കെമിക്കൽ എന്ന്. ഈ പെട്രോ കെമിക്കൽസിന്റെ ചെറിയ ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് ഫീഡ് സ്റ്റോക്ക്, ഡൗൺ സ്ട്രീം പെട്രോകെമിക്കൽ, പ്രൈമറി പെട്രോകെമിക്കൽ. ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, അതായത് പെട്രോകെമിക്കൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആദ്യത്തെ മെറ്റീരിയൽ, അതിനെയാണ് ഫീഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദെൻ ഡൗൺ സ്ട്രീം പെട്രോകെമിക്കൽസ് എന്ന് പറഞ്ഞാൽ ലേറ്റർ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പെട്രോകെമിക്കൽ, അതിനാണ് ഡൗൺ സ്ട്രീം പെട്രോകെമിക്കൽസ്. ഈ പ്രൈമറി പെട്രോകെമിക്കൽസ് ഉണ്ട്. പെട്രോകെമിക്കൽ ഡയറക്റ്റ് ആയിട്ട് ഫീഡ് സ്റ്റോക്കിൽ നിന്ന് ഉണ്ടാക്കുന്നു. ഇതിനെയാണ് ഈ ടൈപ്പ് ഇതിനെയാണ് പറയുന്നത് ഡൗൺ സ്ട്രീം പെട്രോകെമിക്കൽ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കെമിക്കൽ ഒബ്റ്റെയിൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഫ്രം പെട്രോളിയം, പെട്രോളിയത്തിൽ നിന്നുണ്ടാക്കുന്ന കെമിക്കൽസിനെയാണ് പറയുന്നത് പെട്രോകെമിക്കൽസ്. ഫീഡ് സ്റ്റോക്ക്, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് പെട്രോകെമിക്കൽ, അതായത് പെട്രോകെമിക്കൽ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ, ഇതിനെ ഫീഡ് സ്റ്റോക്ക് എന്ന് പറയും. ഡൗൺ സ്ട്രീം പെട്രോകെമിക്കൽ, ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് പെട്രോകെമിക്കൽ, അതായത് ലാസ്റ്റ് സ്റ്റേജ്. Then primary petrochemical, petrochemical which are directly obtained from feedstock. ഫീഡ്സ്റ്റോക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്ന, ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പെട്രോകെമിക്കൽസിനെയാണ് പറയുന്നത് പ്രൈമറി പെട്രോകെമിക്കൽ. ഈ വേർഡ്സ് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, പെട്രോകെമിക്കൽ ഒബ്റ്റെയിൻഡ് ഫ്രം നാച്ചുറൽ ഗ്യാസ്, ഇമ്പോർട്ടൻ്റ് ആണ്. നാച്ചുറൽ ഗ്യാസിൽ നിന്നുണ്ടാകുന്ന പെട്രോകെമിക്കൽ, അതുപോലെ ഈഥയിൽ നിന്നുണ്ടാകുന്ന പെട്രോകെമിക്കൽ, ബെൻസീൻ,
ബെൻസീനിൽ നിന്നുണ്ടാകുന്ന പെട്രോകെമിക്കൽ. നാച്ചുറൽ ഗ്യാസിൽ നിന്നുണ്ടാകുന്ന പെട്രോകെമിക്കൽസ് നോക്കാം. മീഥൈൽ ആൽക്കഹോൾ, മീഥൈൽ ക്ലോറൈഡ്, കാർബൺ ബ്ലാക്ക്, ഇതൊക്കെ നാച്ചുറൽ ഗ്യാസിൽ നിന്ന് ഉണ്ടാകുന്ന പെട്രോകെമിക്കൽ ആണ്. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ വിനൈൽ ക്ലോറൈഡ്, വിനൈൽ അസറ്റേറ്റ്, അക്രിലോനൈട്രേറ്റ്, അസറ്റാൽഡിഹൈഡ്, ഇതൊക്കെ ഈഥൈനിൽ നിന്നുണ്ടാകുന്ന പെട്രോകെമിക്കൽ ആണ്. അതുപോലെ ഈഥൈൽ ബെൻസീൻ, ക്ലോറോബെൻസീൻ, നൈട്രോബെൻസീൻ, സൈക്ലോഹെക്സീൻ, ലീനിയർ ആൽക്കൈൽ ബെൻസീൻ, ബ്രാഞ്ച്ഡ് ആൽക്കൈൽ ബെൻസീൻ, ഇതൊക്കെ ബെൻസീനിൽ നിന്നുണ്ടാകുന്ന പെട്രോകെമിക്കൽ ആണ്. അപ്പൊ വൺ വേർഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ടോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് റോക്കറ്റ് ഫ്യൂവൽ. റോക്കറ്റ് ഫ്യൂവലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. എ റോക്കറ്റ് ഫ്യൂവൽ മസ്റ്റ് occupy small space in the rocket. If the fuel occupy a large space, then the rocket will become very big and heavy. It may not be able to attain high velocity to go out high to the space. പറഞ്ഞിരിക്കുന്നത് റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സാധാരണ നമ്മുടെ ഓട്ടോമൊബൈൽസ് ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഒന്നും റോക്കറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഹൈഡ്രോ പ്രൊപ്പലന്റ് അല്ലെങ്കിൽ സോളിഡ് പ്രൊപ്പലന്റ് അല്ലെങ്കിൽ ലിക്വിഡ് പ്രൊപ്പലൻസ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം റോക്കറ്റിനെ കുറിച്ച് കുറച്ച് സ്പേസേ അതിനുള്ളൂ. അപ്പോൾ അതിന് ഫ്യൂവലിന് ആവശ്യമായ കുറച്ച് സ്പേസിലും അതിന് ഒക്യുപ്പൈ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ലാർജ് ഡിസ്റ്റൻസ് ട്രാവലും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് റോക്കറ്റില് ചെറിയൊരു സ്പേസിൽ കൂടുതൽ ഫ്യൂവൽ നിൽക്കുന്ന വിധത്തിൽ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. A rocket must occupy enough supply of oxygen to burn to the fuel. A space rocket has to pass through areas in space where there is a little or no oxygen. ഫ്യൂവൽ ബേൺ ചെയ്യണമെങ്കിൽ ഓക്സിജൻ സപ്ലൈ ചെയ്തു. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് ഓക്സിജൻ സപ്ലൈ ചെയ്യുമ്പോൾ ഫ്യൂവൽ ബേൺ ചെയ്യുന്നു. അപ്പൊ അതിനാവശ്യമായ സ്പേസ് റോക്കറ്റില് നമുക്ക് ഒരുപാട് ഫ്യൂവൽ ക്യാരി ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അപ്പൊ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റ് ഓട്ടോമൊബൈൽസിനെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലിനേക്കാളും സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്യൂവൽ ഉപയോഗിക്കുകയാണെങ്കിൽ ചെറിയ സ്പേസിൽ ഒരുപാട് ഫ്യൂവൽ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. കൂടാതെ ഇതിന് ലാർജ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടതും ഉണ്ട്. എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഓട്ടോമൊബൈൽസിൽ ഉപയോഗിക്കുന്ന ഫ്യൂവൽ ഒന്നും റോക്കറ്റിൽ ഉപയോഗിക്കുന്നില്ല, കാരണം അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ദ മെയിൻ ക്ലാസസ് ഓഫ് റോക്കറ്റ് പ്രൊപ്പലന്റ്. റോക്കറ്റ് പ്രൊപ്പലന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെ? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഹൈഡ്രോ പ്രൊപ്പലൻസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, നെയിം ദ ഓക്സിഡൈസർ യൂസ്ഡ് ഇൻ ബ്ലാസ്റ്റിക് മിസൈൽസ്. മിസൈൽസിലൊക്കെ ഉപയോഗിക്കുന്ന ഓക്സിഡൈസർ ഏതാണ്? നൈട്രജൻ ടെട്രാ ഓക്സൈഡ്. നെക്സ്റ്റ്, അടുത്തത് ഈഥൈൽ ആൽക്കഹോൾ ഫ്രം എഥിലീൻ. എഥിലീനിൽ നിന്ന് എങ്ങനെ ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാക്കാം? Ethyl alcohol is treated with concentrated sulfuric acid and product is then hydrolyzed. Ethyl alcoholനെ സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്യിപ്പിച്ചാൽ നമുക്ക് എഥിലീൻ കിട്ടും. എഥിലീൻ കിട്ടുന്നതിന് മുമ്പ് അതിനെ ഹൈഡ്രോളിസിസ് നടത്തണം. പ്രോഡക്റ്റിനെ ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ തിരിഞ്ഞുപോയി. എഥിലീനിനെ സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച ഈഥൈൽ ആൽക്കഹോൾ കിട്ടും. അപ്പോൾ ഹൈഡ്രോളിസിന് ശേഷമാണ് ഈഥൈൽ ആൽക്കഹോൾ കിട്ടുന്നത്. ഫൈനൽ പ്രോഡക്റ്റ് ഈഥൈൽ ആൽക്കഹോൾ CH3 CH2OH, ഈഥൈൽ ആൽക്കഹോൾ. ഇത്രയാണ് സോപ്പ് ഡിറ്റർജൻസിൽ വരുന്നത്. ഇത് കൂടാതെ അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് പോളിമേഴ്സ്. പോളിമേഴ്സ് എന്ന് പറയുന്ന പോർഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പോളിമേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, പ്ലാസ്റ്റിക് പോളിമർ ആണെന്ന് അറിയാം. എന്താണ് പോളിമേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ മോളിക്യൂൾ കമ്പൈൻ ടു ഫോം എ ബിഗ്
molecular structure that is called polymers. This process is called polymerization. Large number of small molecules used in this polymers is called monomers. ഒരുപാട് ചെറിയ മോളിക്യൂൾസ് ഒരേനും ചെറിയ മോളിക്യൂൾസ് ഒരുപാട് കമ്പൈൻ ചെയ്ത് ഒരു വലിയ മോളിക്കുലാർ മാസ് ഉള്ള സബ്സ്റ്റൻസ് ആയിട്ട് മാറുന്നു. ഇതിനെയാണ് പറയുന്നത് പോളിമേഴ്സ്. ഈ പ്രോസസ്സിനെയാണ് പറയുന്നത് പോളിമറൈസേഷൻ. ഇനി ഈ ചെറിയ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തു എന്ന് പറയുന്നു. ആ ചെറിയ മോളിക്യൂൾസിനെയാണ് പറയുന്നത് മോണോമേഴ്സ്. എക്സാമിന് ചോദിക്കും, നോക്കാം. Large number of small molecules combine to form a giant chain-like molecule is called polymers. This process is called polymerization. A large number of small molecules is called monomers. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ് നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ് പോളിമേഴ്സ് ആൻഡ് മോണോമേഴ്സ്. മോണോമേഴ്സ് എന്ന് എഴുതാൻ വിട്ടുപോയതാണ്, എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ചോദിക്കുകയും ചെയ്യും. കുറച്ച് പോളിമേഴ്സ് തന്നിട്ടുണ്ട്, അവരുടെ മോണോമേഴ്സ് ഏതാണ്? മോണോമേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ചെറിയ മോളിക്യൂൾസിന്റെ പേരാണ് മോണോമേഴ്സ്. പോളിമേഴ്സ് ഉണ്ടാകാൻ കാരണമായ ചെറിയ മോളിക്യൂൾസ്, അതിനെയാണ് പറയുന്നത് മോണോമേഴ്സ്. അപ്പോൾ ടെർലിൻ, ആദ്യത്തെ ഫസ്റ്റ് വൺ നോക്കാം. ടെർലിനിന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്? എഥിലീൻ ഗൈക്കോൾ ആൻഡ് ടെർത്താലിക് ആസിഡ്. ഇവര് ഒരുപാട് കമ്പൈൻ ചെയ്താണ് ടെർലിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നൈലോൺ 6,6, ഇതിന്റെ മോണോമേഴ്സ് ഏതൊക്കെയാണ്? ഹെക്സാമെഥിലീൻ ഡയമീൻ ആൻഡ് അഡിക്റ്റിക് ആസിഡ്. നെക്സ്റ്റ് നാച്ചുറൽ റബ്ബർ 2-methyl buta-1,3-diene. അതിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നിയോപ്രിനില് 2-chloro-buta-1,3-diene. ഇതിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മോണോമറിക് യൂണിറ്റ് ആണ്, നിർബന്ധമായിട്ടും പഠിക്കണം, സ്ട്രക്ചറും പഠിക്കണം. നെക്സ്റ്റ് നോക്കാം. ഒരു മിനിറ്റ്. അടുത്ത ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പല ടൈപ്പിലുള്ള പോളിമേഴ്സ് ഉണ്ട്. നാച്ചുറൽ പോളിമേഴ്സ്, സിന്തറ്റിക് പോളിമേഴ്സ്, ഹോമോപോളിമേഴ്സ്, കോപോളിമേഴ്സ്, ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്, ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോളിമേഴ്സിൽ വരുന്നത്. നാച്ചുറൽ പോളിമേഴ്സ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, നാച്ചുറലി ഒക്കറിങ് പോളിമേഴ്സ്, നേച്ചറിൽ ഉണ്ടാകുന്ന പോളിമേഴ്സ് ആണ് നാച്ചുറൽ പോളിമേഴ്സ് എന്ന് പറയുന്നത്. സിന്തറ്റിക് പോളിമേഴ്സ് അപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന മാൻമെയ്ഡ് പോളിമേഴ്സ് ആർ കോൾഡ് സിന്തറ്റിക് പോളിമേഴ്സ്. ഹോമോപോളിമേഴ്സ് എന്ന് പറയുമ്പോൾ പോളിമേഴ്സ് ഉണ്ടാകുന്നത് ഒരു മോണോമറിക് യൂണിറ്റിൽ ആണെങ്കിൽ അതിനെ ഹോമോപോളിമേഴ്സ് എന്ന് പറയും. ഒരു മോണോമറിക് യൂണിറ്റ് കുറേ കമ്പൈൻ ചെയ്തുണ്ടാകുന്ന പോളിമേഴ്സ്. കോപോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് മോണോമറിക് യൂണിറ്റ് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന പോളിമേഴ്സ്, അതിനെയാണ് കോപോളിമേഴ്സ് എന്ന് പറയുന്നത്. ബയോഡിഗ്രേഡബിൾ എന്ന വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, പ്രകൃതിക്ക് അനുയോജ്യമായ രീതിയിൽ, അതായത് ഡീകമ്പോസ് ചെയ്യുന്ന പോളിമേഴ്സ്, അതിനെയാണ് പറയുന്നത് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സ്. അതുപോലെ ഒരെണ്ണോടെ ഉണ്ട് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ലീനിയർ ചെയിൻ ഒക്കെ കമ്പൈൻ ചെയ്ത് ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. അങ്ങനെയുള്ള പോളിമേഴ്സിനെയാണ് പറയുന്നത്. അവർ റിയാക്ട് ചെയ്ത് നെറ്റ്വർക്ക് സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. അങ്ങനെയുള്ള പോളിമേഴ്സിനെ ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ് എന്ന് പറയും. നമുക്ക് നോക്കാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോളിമേഴ്സ്. ഇതിന് എക്സാമ്പിൾസ് ഉണ്ട്. നാച്ചുറൽ പോളിമേഴ്സ്. നാച്ചുറൽ പോളിമേഴ്സ് ആർ ഫൗണ്ട് ഇൻ നേച്ചർ. നേച്ചറിൽ കാണുന്ന പോളിമേഴ്സ് അല്ലെങ്കിൽ നാച്ചുറലി ഒക്കറിങ് പോളിമേഴ്സ് ആർ കോൾഡ് നാച്ചുറൽ പോളിമേഴ്സ്. എക്സാമ്പിൾ പ്രോട്ടീൻ ആൻഡ് ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്, പ്രോട്ടീനും ന്യൂക്ലിക് ആസിഡും. സിന്തറ്റിക് പോളിമേഴ്സ്. സിന്തറ്റിക് പോളിമേഴ്സ് ആർ മാൻ-മെയ്ഡ്, മനുഷ്യനുണ്ടാക്കുന്ന പോളിമേഴ്സ്. നൈലോൺ, പോളിസ്റ്റർ, റബ്ബർ.
Then homopolymers. Homopolymers are made by single monomeric unit. ഒരേ ഒരു monomeric unit ഒരുപാട് കമ്പൈൻ ചെയ്തുണ്ടാകുന്ന polymers. ഇതിനെയാണ് പറയുന്നത് homopolymers. Example, polythene, polystyrene, polybutadiene. Copolymers. Copolymers are obtained by different monomeric unit. അതായത് പല monomers കമ്പൈൻ ചെയ്തുണ്ടാകുന്ന പോളിമേഴ്സിനെയാണ് പറയുന്നത് കോപോളിമേഴ്സ്. ബ്യൂണ എന്ന് പറയുന്നത് റബ്ബറിന്റെ ഒരു വെർഷനാണ്. ബ്യൂണ എസും ബ്യൂണ എന്നും ഉണ്ട്. Then biodegradable polymers. Polymers are decomposed by nature. അല്ലെങ്കിൽ polymers are decomposed by microorganism. Are called biodegradable polymers. അതായത് പോളിമേഴ്സിനെ മൈക്രോ ഓർഗാനിസം ഡീകമ്പോസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ PHBV. PHBV കുറിച്ച് അടുത്ത് പഠിക്കാനുണ്ട്. പോളിലാറ്റിക് ആസിഡ്. നെക്സ്റ്റ് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ലീനിയർ പോളിമേഴ്സ്. Linear polymer chain are cross-linked to form three-dimensional network structure are called cross-linked polymer. അതായത് ലീനിയർ പോളിമേഴ്സ് ഒക്കെ കമ്പൈൻ ചെയ്ത് ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ പോലെ പോളിമേഴ്സ് കാണപ്പെടുന്നു. പോളിമേഴ്സിനെയാണ് പറയുന്നത് ക്രോസ് ലിങ്ക്ഡ് പോളിമേഴ്സ്. ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പോളിമേഴ്സിൽ പഠിക്കാനുള്ളത്. മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. എക്സാമ്പിൾസ് ആയിരിക്കും എക്സാമിന് ചോദിക്കുക. നെക്സ്റ്റ് ബ്യൂണ നമ്മൾ പറഞ്ഞു. ഇപ്പൊ റബ്ബറിന്റെ ഒരു ഇതാണ് പോളിമറൈസേഷൻ ചെയ്തുണ്ടാകുന്ന ഇതാണ് ബ്യൂണ. മോണോമറിക് യൂണിറ്റ് പറഞ്ഞിരിക്കുന്നത്. It is obtained by copolymerization of butadiene and styrene. സ്റ്റെറീനെയും ബ്യൂട്ടൻഡൈനെയും പോളിമറൈസേഷൻ നടത്തിയാണ് ബ്യൂണ എസ് റബ്ബർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിൽ ചിലപ്പോൾ ചോദിക്കുകയാണ് ബ്യൂണ എസ് റബ്ബറിന്റെ മോണോമറിക് യൂണിറ്റ് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ബ്യൂട്ടൻഡൈൻ ആൻഡ് സ്റ്റെറീൻ എന്ന് എഴുതണം. നെക്സ്റ്റ് ഒരു പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് നാച്ചുറൽ റബ്ബർ ആൻഡ് വൾക്കനൈസ്ഡ് റബ്ബർ. നാച്ചുറൽ റബ്ബറിന്റെ സിന്തറ്റിക് റബ്ബറിന്റെ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക് നാച്ചുറൽ റബ്ബറും വൾക്കനൈസ്ഡ് റബ്ബറും. സോഫ്റ്റ് ആൻഡ് സ്റ്റിക്കി. വൾക്കനൈസ്ഡ് റബ്ബർ നോക്കുമ്പോൾ ഹാർഡ് ആൻഡ് നോൺ സ്റ്റിക്കി. ലോ ടെക്സ്റ്റൈൽ സ്ട്രെങ്ത്, ഹൈ ടെക്സ്റ്റൈൽ സ്ട്രെങ്ത്, ലോ ഇലാസ്റ്റിസിറ്റി, high elasticity. It can be used to narrow range temperature. Narrow range temperature ഉപയോഗിക്കാം. It can be used for wide range of temperature. Next, low wear and tear resistant. Next, high wear and tear resistant. Next, soluble in solvent like either carbon tetrachloride and petrol. Insoluble in most of the common solvent. ഇത്രയാണ് നാച്ചുറൽ റബ്ബറിന്റെയും വൾക്കനൈസ്ഡ് റബ്ബറിന്റെയും പ്രോപ്പർട്ടീസ്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു PHBV എന്താണ്. ഇമ്പോർട്ടന്റ് ആണ് PHBV. ഇറ്റ് ഈസ് ദ കോപോളിമർ ഓഫ് 3-hydroxybutanoic acid and 3-hydroxypentanoic acid. It is biodegradable. It is used for making capsule. അപ്പൊ ഇതിന്റെ മോണോമറിക് യൂണിറ്റ് ആണ് തന്നിരിക്കുന്നത്. 3-hydroxybutanoic ആസിഡും ആൻഡ് 3-hydroxypentanoic ആസിഡ്. ഇതാണ് ഇതിന്റെ മോണോമറിക് യൂണിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിൽ പെട്ടതാണ്. ക്യാപ്സ്യൂൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കും
പൊട്ടാസ്യം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പോളിമർ ഏത്? PHBV. PHBVയുടെ മോണോമറിക് യൂണിറ്റ് ഏത്? അങ്ങനെ ചോദിക്കാം. കോപോളിമർ ഓഫ് 3-hydroxybutanoic acid and 3-hydroxypentanoic acid. Next, synthesis of nylon 6 glyptal and teflon. ഇതിന്റെയൊക്കെ പോളിമറൈസേഷൻ റിയാക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. നമുക്ക് നൈലോൺ 6 നോക്കാം. ഇവിടെ N കൊടുത്തിരിക്കുന്ന നമ്പർ ഓഫ് ടൈംസ് ആണ്, അതായത് ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. നമ്പർ ഓഫ് ടൈം NH2 CH2 6 times, then NH2 plus COOH acid group, then CH2 4 times, then COH. ഇവര് നമ്പർ ഓഫ് ടൈംസ് ഒരുപാട് കമ്പൈൻ ചെയ്താണ് നൈലോൺ 6 എന്ന് പറയുന്ന പോളിമർ ഉണ്ടാകുന്നത്. അതുപോലെ ഗ്ലിപ്താൽ, ഇവിടെ N ടൈംസ്, അതായത് പോളിമറൈസേഷൻ ആയതുകൊണ്ടാണ് N ടൈംസ് കൊടുത്തിരിക്കുന്നത്. OH plus CH2 സിംഗിൾ ബോണ്ട് CH2 OH plus NOH. ഇവിടെ ബെൻസീറിങ്ങില് C ഡബിൾ ബോണ്ട് O വന്നിട്ടുണ്ട്, OH കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോളിസിസ് ആണ് കൊടുത്തിരിക്കുന്നത്. H2O ആയിട്ടുള്ള റിയാക്ഷൻ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോഴാണ് ഗ്ലിപ്താള് കിട്ടുന്നത്. അതുപോലെ തേർഡ് കോമ്പൗണ്ട് ടെഫ്ലോൺ, CF2 ഡബിൾ ബോണ്ട് CF2. ഇവിടെ ഒരു പ്രസൻസ് ഓഫ് സബ്സ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. NH4 twice S2O8, then CF2 single bond CF2 number of times Teflon. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കും. തെർമോപ്ലാസ്റ്റിക് പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം പ്രോപ്പർട്ടീസ്. It can be molded into different shape by heating and cooling. It cannot be molded into different shapes by repeated cooling and heating. It is a temperature, it is a permanent change. Then example പറയാണ് polythene, then PVC വരും, polypropylene, then thermosetting plasticല് ബേക്കലൈറ്റ് വരും, ബേക്കലൈറ്റ്. then ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ചെയ്ത് കൂൾ ചെയ്ത് നമുക്ക് പല ഷേപ്പിലേക്ക് മാറ്റാവുന്ന പ്ലാസ്റ്റിക്, ഇതിനെയാണ് പറയുന്നത് തെർമോപ്ലാസ്റ്റിക്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പൈപ്പിംഗ്, അതിന് ഉപയോഗിക്കുന്ന പൈപ്പ്, അതിനെ വളയ്ക്കോ ബെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ചൂടാക്കാം, ഹീറ്റ് ചെയ്ത് ഒന്ന് വളച്ച ശേഷം കൂൾ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കിനെയാണ് പറയുന്നത് തെർമോപ്ലാസ്റ്റിക്. അതായത് മോൾഡ് നമ്മൾ ഹീറ്റ് ചെയ്ത് കൂൾ ചെയ്ത് ഡിഫറെന്റ് ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. അതേസമയം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിനെ നമുക്ക് ഒരു പ്രാവശ്യം ഹീറ്റ് ചെയ്ത് ഒരു ഷേപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും റിപ്പീറ്റഡ് ഹീറ്റിംഗ് ഒന്നും പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീട്ടില് അടുക്കളയിലെ പാത്രങ്ങളിൽ കുക്ക്വെയർസിന്റെ ഒക്കെ പിടി, ദെൻ നോൺ സ്റ്റിക് കുക്ക്വെയർസിൽ പിടിയുണ്ട്, അതുപോലെ കുക്കറിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്നതിൽ അതൊക്കെ ബേക്കലൈറ്റ് ആണ്. അതൊക്കെ ഹീറ്റ് ചെയ്ത് കൂൾ ചെയ്ത് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഷേപ്പിലേക്ക് അതിനെ മാറ്റിയെടുക്കാന്ന് പറ്റില്ല. അതാണ് ഇറ്റ് ഈസ് എ പെർമനന്റ് ചേഞ്ച് എന്ന് പറയുന്നത്. തെർമോപ്ലാസ്റ്റിക്കിൽ അത് ടെമ്പററി ചേഞ്ച് ആണ്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിൽ പെർമനന്റ് ചേഞ്ച് ആണ്. എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. PVC എക്സാമ്പിൾ ആണ് തെർമോപ്ലാസ്റ്റിക്കിന്, പോളിത്തീൻ, പോളിപ്രൊപ്പൈൻ. ബേക്കലൈറ്റ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആണ്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 2 ചാപ്റ്റർ ആണ്.
അതിന് ഒരു ഹോംവർക്ക് ആയിട്ട് പറയുന്നത് ഫസ്റ്റ് എസ് ബ്ലോക്ക് എലമെന്റ്സിൽ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് 1 and 2 എലമെന്റ്സ് ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു. എനിക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ ഒരു ഹോംവർക്ക് പറയുവാണെങ്കിൽ ഗ്രൂപ്പ് 1 and 2 എലമെന്റ്സിനെ പീരിയോഡിക് ടേബിൾ നോക്കി കണ്ടുപിടിച്ചിട്ട് വരിക. പീരിയോഡിക് ടേബിൾ നോക്കി ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എലമെന്റ്സിന്റെ പേര് എഴുതി കൊണ്ടുവരിക നെക്സ്റ്റ് ക്ലാസ്സിൽ. അതുപോലെ അടുത്തൊരു ചാപ്റ്റർ 31 സോപ്പ് ഡിറ്റർജന്റ് ആൻഡ് പോളിമേഴ്സ്. ഇതിലെ പോളിമേഴ്സിൽ പറയാം തെർമോപ്ലാസ്റ്റിക് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് നമ്മൾ പഠിച്ചു. അപ്പൊ അതിന് കൂടുതൽ എക്സാമ്പിൾസ് കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഉപകാരമായിരിക്കും. എന്നാന്ന് വെച്ചാൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ഡേ വരുമ്പോൾ ആ ഹോംവർക്ക് ഒന്ന് ചെയ്യുക. ഒന്ന് ഗ്രൂപ്പ് 1 and 2 എലമെന്റ്സിന്റെ പേര് കണ്ടുപിടിച്ചിട്ട് വരിക. 2 തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിലും എക്സാമ്പിൾസ് കണ്ടുപിടിച്ചിട്ട് വരിക. നെക്സ്റ്റ് ഡേ വരുമ്പോൾ ഈ പോളിമേഴ്സ് ഇന്ന് കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് വരിക. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം നമുക്ക് നോക്കാം, അടുത്ത ചാപ്റ്റർ നോക്കാം.